ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. മുൻ പ്രധാനമന്ത്രി ഭാരത് രത്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ജീവിതാദർശങ്ങളോടുള്ള ആദരസൂചകമായി ഉത്തർപ്രദേശിലെ ലക്നൌവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാഷ്ട്ര പ്രേരണാ സ്ഥൽ ഉദ്ഘാടനം ചെയ്യും. അടൽ ബിഹാരി വാജ്പേയിയുടെ 101 ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ശ്രീ മോദിയുടെ ലക്നൌ സന്ദർശനം. ഏകദേശം 230 കോടി രൂപ ചെലവിൽ 65 ഏക്കർ വിസ്തൃതിയിലാണ് രാഷ്ട്ര പ്രേരണാ സ്ഥലിന്റെ നിർമ്മാണം. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് വരുമാനം ഉറപ്പുവരുത്തുന്നതിനൊപ്പം കാർഷിക സുസ്ഥിരത, ഗ്രാമീണ ഉൽപാദനക്ഷമത എന്നിവ ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. 12,015 കോടി രൂപയുടെ ഡൽഹി മെട്രോ 5A ഘട്ട വികസനത്തിന് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭ. 3 മെട്രോ ഇടനാഴികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. ഇതിനായി 13 പുതിയ മെട്രോ സ്റ്റേഷനുകൾ നിർമ്മിക്കുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ ഡൽഹി മെട്രോ ഇടനാഴി വായു ഗുണനിലവാരം മെച്ചപ്പെടാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. അരാവല്ലി പർവ്വതനിരകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യാവസായിക വളർച്ചയ്ക്ക് ആവശ്യമായ നിർണായക ധാതുക്കളുടെ സുപ്രധാന സ്രോതസ്സാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. അരാവല്ലി ഗ്രീൻ വാൾ പദ്ധതിയിലൂടെ അരാവല്ലിയുടെ വനവിസ്തൃതി പുനഃസ്ഥാപിക്കുന്നതിനും പാരിസ്ഥിതിക പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് അദ്ദേഹം ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. കൃഷിയും ഗ്രാമവികസനവും ശക്തിപ്പെടുത്തുന്നതിനാണ് കേന്ദ്ര സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. ഹരിയാനയിലെ പഞ്ച്കുലയിൽ മെഗാ സഹകരണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൃഷി, മൃഗസംരക്ഷണ മേഖലകളെ സഹകരണ സംഘങ്ങളുമായി ബന്ധിപ്പിച്ചതിലൂടെ 1.25 കോടി ജനങ്ങൾക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. 2014 में मोदी जी प्रधानमंत्री बने तब इस देश का कृषि बजट 22,000 करोड़ रुपया था और अब कृषि बजट को बढ़ाकर 1,27,000 करोड़ करने का काम भारतीय जनता पार्टी की. ग्रामीण विकास का बजट जो कमोबेश कृषक जहाँ रहता है वो क्षेत्र के विकास के लिए होता है, गांव के विकास के लिए होता है, वो 80,000 करोड़ था और आज 80,000 से बढ़ाकर ग्रामीण विकास का बजट 1,87,000 करोड़ करने का काम ये भारतीय जनता पार्टी. ക്രിസ്മസ് തലേന്ന് ജനങ്ങൾക്ക് ആശംസകളുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ക്രിസ്തുവിന്റെ പാത പിന്തുടർന്ന് ദയയും പരസ്പര ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്ന സമൂഹം കെട്ടിപ്പടുക്കാനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി അഭ്യർത്ഥിച്ചു. നീതി, സൌഹാർദ്ദം, സാഹോദര്യം എന്നിവ ഊട്ടിയുറപ്പിക്കാൻ ക്രിസ്മസ് ആഘോഷങ്ങൾ സഹായിക്കട്ടെയെന്ന് ഗവർണർ ആശംസിച്ചു. സാഹോദര്യത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും പുത്തൻ പ്രതീക്ഷയുടെയും ആഘോഷമാണ് ക്രിസ്മസ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങി ലോകം. കേരളത്തിലെ ദേവാലയങ്ങളിൽ ഉൾപ്പെടെ ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ക്രിസ്മസ് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ദീപാലങ്കാരങ്ങളും നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ഒരുക്കി പള്ളികളും വീടുകളും ക്രിസ്മസ് ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വിപണികളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പാലക്കാട് വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ ഫലപ്രദമായ അന്വേഷണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലപ്പെട്ട അതിഥി തൊഴിലാളി റാം നാരായൺ ഭാഗേലിന്റെ കുടുംബത്തിന് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കരോൾ സംഘങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം കനകക്കുന്നിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന വസന്തോത്സവം പുഷ്പമേളയുടെയും ന്യൂ ഇയർ ലൈറ്റ് ഷോയുടെയും ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ജനുവരി 4 വരെയാണ് പരിപാടി. മുതിർന്നവർക്ക് 50 രൂപ, കുട്ടികൾക്ക് 30 രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പരാതിരഹിത സംവിധാനം ഉറപ്പാക്കാൻ 14 ജില്ലകൾക്കുമായി 4 ഇലക്ടറൽ റോൾ ഒബ്സർവർമാരെ നിയോഗിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികൾ അടുത്ത മാസം 22 വരെ സമർപ്പിക്കാം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെ സഹായിക്കാൻ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പൊതുജനങ്ങളെ സഹായിക്കുന്നതിനായി 2 ഉദ്യോഗസ്ഥരെ വീതം താൽക്കാലിക ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ ചുമതലപ്പെടുത്തും. അർഹതയുള്ള ഒരു വോട്ടർ പോലും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല എന്ന് സർക്കാർ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ആധികാരിക രേഖയായാണ്
കാർഡ് നൽകുക. തഹസിൽദാർമാർക്കായിരിക്കും കാർഡിന്റെ വിതരണ ചുമതല. കേരളത്തിൽ പുതിയ വ്യക്തിഗത രേഖ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വിഘടനവാദ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രത്യേക തിരിച്ചറിയൽ രേഖ നൽകാനുള്ള നീക്കത്തെ നിയമപരമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഈ മാസം 30-നാണ് സമാപന സമ്മേളനം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ദാർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ സംബന്ധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 18011780 എന്ന ടോൾ ഫ്രീ നമ്പറിലോ മറ്റന്നാൾ വരെ അറിയിക്കാം. മണ്ഡലപൂജയോടനുബന്ധിച്ചുള്ള തങ്കയങ്കി രഥഘോഷയാത്ര തുടരുന്നു. 3 ദിവസങ്ങളിലായി 76 സ്വീകരണ ഇടങ്ങൾ പിന്നിട്ട് ഘോഷയാത്ര ഈ മാസം 26-ന് വൈകിട്ട് ശബരിമല സന്നിധാനത്തെത്തും. തുടർന്ന് തങ്കയങ്കി ചാർത്തി മഹാദീപാരാധന നടക്കും. 27-ന് രാവിലെയാണ് മണ്ഡലപൂജ. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന 3 മത്സരങ്ങൾക്കായി എത്തിയ ടീമുകൾക്ക് തിരുവനന്തപുരം വിമാനത്താവള അധികൃതരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ മുന്നിലാണ്. പരമ്പരയിലെ അടുത്ത മത്സരം വെള്ളിയാഴ്ച നടക്കും. പുരുഷ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേട്ടവുമായി ബീഹാർ താരം വൈഭവ് സൂര്യവംശി. വിജയ് ഹസാരെ ട്രോഫിയിൽ അരുണാചൽ പ്രദേശിനെതിരെ 59 പന്തിൽ 150 റൺസ് നേടിയാണ് വൈഭവ് റെക്കോർഡ് സ്വന്തമാക്കിയത്. നേരത്തെ 64 പന്തിൽ നിന്ന് 150 റൺസ് നേടിയ ദക്ഷിണാഫ്രിക്കൻ താരം എബി ഡിവിലിയേഴ്സിന്റെ പേരിലായിരുന്നു ഈ റെക്കോർഡ്. രാഷ്ട്രം ഒന്നാമതെന്ന മനോഭാവത്തോടെ വികസിത ഭാരതത്തിനായി യുവാക്കളെ നയിക്കണമെന്ന് യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ നടന്ന ഓറിയന്റേഷൻ ചടങ്ങിൽ പുതുതായി നിയമിതരായ ജില്ലാ യൂത്ത് ഓഫീസർമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുടർച്ചയായ അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ സസ്പെൻഷനിലായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിനെ പോലീസ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. പത്തനംതിട്ട SP ആണ് നടപടി സ്വീകരിച്ചത്. ആറന്മുള സ്റ്റേഷനിലായിരുന്നു ഉമേഷ് ജോലി ചെയ്തിരുന്നത്. കൊല്ലം കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി PJ രാജേന്ദ്രൻ മത്സരിക്കും. ഇന്ന് ചേർന്ന CPIM ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. SR അരുൺ ബാബുവിനെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായി C ബാബുവിനെയും നിശ്ചയിച്ചു. 22ാമത് കേരള ബാംബു ഫെസ്റ്റ് എറണാകുളം ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം മൈതാനത്തിൽ മറ്റന്നാൾ ആരംഭിക്കും. മന്ത്രി P രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. ജനുവരി 1 വരെയാണ് ഫെസ്റ്റ്. ഡൽഹി സ്ഫോടന കേസിലെ 7 പ്രതികളുടെ റിമാൻഡ് കാലാവധി ഡൽഹി കോടതി 15 ദിവസത്തേക്ക് കൂടി നീട്ടി. ജനുവരി 8 വരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടിയത്. പട്യാല ഹൌസ് കോടതിയുടേതാണ് നടപടി. മഹാരാഷ്ട്രയിൽ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശിവസേനയും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും സഖ്യം പ്രഖ്യാപിച്ചു. മുംബൈയിൽ നടന്ന സംയുക്ത പത്രസമ്മേളനത്തിൽ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ചേർന്നാണ് പ്രഖ്യാപനം നടത്തിയത്. മുംബൈ, പൂനെ എന്നിവയുൾപ്പെടെ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജനുവരി 15-ന് നടക്കും. തായ്ലൻഡ് കംബോഡിയ അതിർത്തി തർക്കം രൂക്ഷമായി. ജനവാസ മേഖലയിലേക്ക് തായ്ലൻഡ് സൈന്യം ക്ലസ്റ്റർ ബോംബുകൾ വർഷിച്ചതായി കംബോഡിയ ആരോപിച്ചു. എന്നാൽ കംബോഡിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് തായ്ലൻഡ് പ്രതികരിച്ചു. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ക്യാമ്പയിൻ വിളംബര ജാഥ മറ്റന്നാൾ കാസർഗോഡ് നിന്നും ആരംഭിക്കും. ഔപചാരിക ഉദ്ഘാടനം ജനുവരി 1-ന് നടക്കും. 42ാമത് കൊച്ചിൻ ഫ്ലവർ ഷോയ്ക്ക് മറൈൻ ഡ്രൈവിൽ തുടക്കമായി. ദക്ഷിണ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പുഷ്പമേളയാണിത്. 50,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പ്രദർശനം. മേള അടുത്ത മാസം 4-ന് സമാപിക്കും. പശ്ചിമ ബംഗാളിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയ കേസിൽ 13 പ്രതികൾക്കും ജീവപര്യന്തം തടവ്. കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് 15 ലക്ഷം നഷ്ടപരിഹാരം നൽകാനും മുർഷിദാബാദ് ജില്ലയിലെ ജംഗിപൂർ സബ് ഡിവിഷൻ കോടതി ഉത്തരവിട്ടു. ഈ വർഷം ഏപ്രിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഫീഡ്സിന്റെ എലൈറ്റ് മിടുക്കി കാലിത്തീറ്റകൾ ഇനി മുതൽ 20 കിലോയുടെ ചെറിയ ചാക്കുകളിൽ ലഭ്യമാക്കും. 20 കിലോ എലൈറ്റ് കാലിത്തീറ്റ 596 രൂപയ്ക്കും മിടുക്കി 528 രൂപയ്ക്കും ലഭ്യമാകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.